ഞാൻ തുടക്കത്തിലേ പറയായിരുന്നു ഒരു അതിജീവനത്തിൻ്റെ കഥയും കൂടി ഈ ജിമ്മിന് പറയാനുണ്ട് എന്നുള്ളത്. അത് പലർക്കും അറിയില്ലായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് വരുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾ അത് എത്തുക. കാരണം അത് അവരെ അറിയണം. അത്രയും ഒരു പോരാട്ടത്തിലൂടെയാണ് താങ്കൾ ഇവിടെ എത്തിയത് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്ത ഒത്തിരി ലേഡീസ്, ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മൾ അത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായില്ലേ. നമുക്ക് ബൈബിളിൽ തന്നെ ഒരു വാക്യമില്ലേ, ദാരിദ്ര്യത്തിൻ്റെ മാതാവ് എന്ന് പറയുന്ന അലസതയാണ്. നമുക്ക് ആ അലസത മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെന്നല്ല എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എന്നെപ്പോലെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്നവർക്ക് അതിജീവിക്കാൻ സാധിക്കും. അന്നും ഈ മനസ്സിൽ സ്പോർട്സ് ഉണ്ട്. എനിക്ക് മറ്റ് ഒരു ജോലിയും ചെയ്തതിനോട് എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ഈ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഒറ്റയ്ക്കായപ്പോൾ ഇനി എന്താന്നുള്ളൊരു ചോദ്യം വന്നു. പിന്നെ എങ്ങോട്ട് പോകണം, അല്ല ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു. എന്നാൽ എന്തായിരുന്നു ഞാൻ അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ശക്തിയാണല്ലോ. അത് മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അവരെ വളർത്താൻ വേണ്ടി തന്നെയാണ്, ജീവിക്കാനും ജീവിപ്പിക്കാനും ഉള്ള ഒരു പോരാട്ടമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ജിമ്മ് മാത്രമല്ല കേട്ടോ, മികച്ചൊരു തയ്യൽക്കാരി കൂടിയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് തയ്യൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലർ പാടും എന്ന് പറയില്ലേ, പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ പാടും. ഇത് അതിശയമാണ്. തയ്യൽ എന്ന് പറഞ്ഞാൽ പാട്ട് പോലെ അല്ലല്ലോ, ജനറ്റിക്സിൽ നമുക്ക് കിട്ടുന്ന സാധനമല്ല, ജനറ്റിക്കലി കിട്ടുന്ന. അതെങ്ങനെയായിരുന്നു ആ ഒരു തയ്യലിലേക്ക് വന്നത്? തയ്യൽ ഞാൻ നന്നായി ഡ്രോയിങ് ചെയ്യും, പടം വരയ്ക്കും നന്നായിട്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. ശരിക്കും പഴയ ഡ്രസ്സൊക്കെ പൊളിച്ച് നോക്കുക, പഴയ ഡ്രസ്സിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ജീവിക്കണമല്ലോ നമുക്ക്. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്താലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്തുക, റെൻറ്റ് കൊടുക്കുക, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ വരുമാനം, ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് കൂടിയേ തീരൂ. അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ എൻ്റെ സിസ്റ്റർ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. നീ തയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എനിക്ക് തുണി കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ അവൾക്കാണ് ഞാൻ ആദ്യം തയ്ച്ചു കൊടുക്കുക, പിന്നെ എൻ്റെ മോൾക്ക് തയ്ച്ചു കൊടുത്തു. അങ്ങനെ തയ്ച്ച് ഞാനൊരു തയ്യൽക്കാരിയായി. ഇപ്പം മാരേജ് ഗൗൺ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് മോഡലിൻ്റെ ഡ്രസ്സ് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് സ്വന്തമായിട്ട് ആർജിച്ചെടുത്തതാണ്, അല്ല വെളിയിൽ പോയി പഠിച്ചിട്ടുമില്ല. ജിമ്മിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് ഈ പറഞ്ഞു കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്കൊന്ന് മനസ്സിലായി വരാൻ കുറച്ച് പാടായിരിക്കും. ജിമ്മിനെ കുറിച്ചുള്ള നേരത്തെ കുറേ തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ 200 പേരോളം വരുന്നുണ്ടെന്ന് ഡെയിലി എത്രയും രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബാച്ചായിട്ട് ഒരു ബാച്ച് ചെയ്യിപ്പിച്ചിട്ട് വിട്ടിട്ടാണ് ഞാൻ അടുത്ത ബാച്ച് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഞാൻ പ്രത്യേക കെയർ കൊടുക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ട് ചേച്ചിമാർ, ഇച്ചിരി പ്രായമുള്ള ചേച്ചിമാർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് ഞാൻ കെയർ കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എയറോബിക്സ്, സുംബ എയറോബിക്സ് തന്നെ ഒരു 3-4 ടൈപ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ബോൾ വെച്ച് എയറോബിക്സ് കൊടുക്കുന്നുണ്ട്, അടുത്ത് സ്റ്റെപ്പർ എയറോബിക്സ്, ഡമ്പൽ എയറോബിക്സ്, സ്റ്റിക്ക് വെച്ചിട്ടുള്ള എയറോബിക്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള എയറോബിക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല സോങ്സ് ഒക്കെ ഇട്ടിട്ട് സുംബ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് അത്ര ഏജ് ഇല്ല, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് അവരാണ്, ഏറ്റവും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നത് അവരാണ്. അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ് ചെയ്യിപ്പിക്കാനും കൂടെ ചെയ്യാനും. ഈ വെയിറ്റ് ലോസ് ആണല്ലോ വെയിറ്റ് ലോസ് ആണ് ജിമ്മിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ആളുകളെ ആകർഷിക്കുന്ന ഘടകം. വെയിറ്റ് ലോസ് ഇപ്പം ജിമ്മിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ബോഡി ഫാറ്റ് കുറയ്ക്കുക, ഒരു സെക്സി ലുക്കിലോട്ട് പോകുക എന്നുള്ളതല്ല. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. നമുക്ക് ഇപ്പോൾ ഒരു 40 വയസ്സുള്ള, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു കേട്ടോ, വയസ്സൊക്കെ പറയാം. ഇപ്പോൾ എനിക്ക് 40 വയസ്സുണ്ടെന്ന് വെച്ചോ, ഞാനൊരു 20 വയസ്സിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെ ഇരുന്നോ ആ ഒരു കണ്ടീഷനിലോട്ട് എനിക്ക് പോകാൻ പറ്റും. ഞാനിപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ്. ശരിക്കും എനിക്ക് മറ്റ് തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും തന്നെ എനിക്കില്ല. അതുപോലെ ഇപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരു ലേഡി വരികയാണെങ്കിൽ ഒരു 30-ൽ അവരുടെ 30-35 അവർ എങ്ങനെയായിരുന്നു അവരുടെ ബോഡി കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിലോട്ട് നമുക്ക് പതിയെ അവരെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ഈ സ്ത്രീകൾ കൂടുതൽ പ്രേക്ഷകർ നമുക്ക് സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കേട്ടിട്ടുള്ള നമ്മൾ യൂട്രസ് റിമൂവൽ സർജറിക്ക് ശേഷമൊക്കെ ഇതുപോലുള്ള മേജർ സർജറിക്കൊക്കെ ശേഷം ജിമ്മിൽ പോകാമോ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു കുഴപ്പമില്ല. ഒരു 2-3 മന്ത്സ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ അത് എടുക്കുന്നത് പ്രോപ്പറായിട്ട് എടുക്കുക.
ഹെവി ആയിട്ട് വെയിറ്റ് എടുക്കാതെ ലൈറ്റ് വെയിറ്റ് പ്രോപ്പറായിട്ട് എടുത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് യൂട്രസൊക്കെ റിമൂവ് ചെയ്ത് ഒത്തിരി ലേഡീസ് എനിക്കിവിടെ വരുന്നുണ്ട്. അവർക്ക് വെയിറ്റ് കുറയാന്ന് പറയുന്നത് അവർക്ക് എല്ലാ പേർക്കും മറ്റുള്ളവർക്ക് ഒരു 1 മന്തിൽ ഒരു 3 kg 4 kg കുറയുകയാണെങ്കിൽ അവർക്കൊരു ½ kg ആയിരിക്കും ചിലപ്പോൾ കുറയുക. അവർക്ക് വെയിറ്റ് കുറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ബോഡി ഫാറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ആവും. പ്രോപ്പർ ട്രെയിനർ വേണമായിരിക്കും അല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഇവിടെ ഒരാൾ സഹായത്തിനുണ്ടെങ്കിലും ശിഷ്യഗണങ്ങളെന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, സ്വന്തമായിട്ടാണ് മൊത്തം ചെയ്യിക്കുന്നത് അല്ലേ? അതെങ്ങനെ ഓടിയെത്താൻ പറ്റുന്നത് രാവിലെ? അതാണ് ഞാൻ ഓരോ ബാച്ച് വൈസ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം 5 മണി ബാച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത 6:15 ബാച്ച് വരെ. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ അവരുടെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് അവരെ മെഷീനിലോട്ട് വിടും. മെഷീൻ അവർ വരുന്ന ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ അവർക്ക് മെഷീൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മെഷീൻ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയുണ്ട്. ഒരു മെഷീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അടുത്ത ബാച്ചിന് ചെയ്യിപ്പിക്കാൻ പറ്റും. 1 മണിക്കൂർ അവരെ ചെയ്യിപ്പിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത ബാച്ച് എനിക്ക് വരും. അപ്പോൾ നമ്മൾ സ്കൂളിൽ അവരെ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഞാനിവിടെ. ആ മനോഭാവമാണെന്ന് തോന്നുന്നു, ഒരു ടീച്ചർ മനോഭാവം തന്നെയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന രീതിയിൽ തന്നെയാണ്. ശരിക്കും ഒരു സാധാ ജിം അല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ജിം അല്ല. ഇവിടെ വരുന്നവർ ശരിക്കും ഒരു മെൻ്റൽ റിലാക്സേഷനോടുകൂടിയാണ് തിരികെ പോവുക. നമ്മൾ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനങ്ങ് ഭയങ്കര ഡയറ്റ് പ്ലാൻ ഒന്നും കൊടുക്കാറില്ല അവർക്ക്. എന്ത് എങ്ങനെ എപ്പോൾ കഴിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അവരത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ചാർട്ട് ഇന്നതേ കഴിക്കാവുള്ളൂ, അങ്ങനെ കഴിക്കണം, അങ്ങനെ അതൊന്നുമില്ല. ഇന്ന ദിവസം ഇന്നതൊക്കെ കഴിക്കാവുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. ചാർട്ട് കൊടുക്കാറില്ല. എന്ത് എങ്ങനെ എപ്പോൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ ടൈമിൽ കഴിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് ജസ്റ്റ് ഞാൻ അവർക്ക് ഇങ്ങനെ ഈ അബ്ഡോമൻ്റെ വർക്കൗട്ടൊക്കെ ഡെയിലി ചെയ്യിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും. കോമ്പറ്റീഷനെ ഇറക്കുക എന്ന് പറഞ്ഞ ജിമ്മുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇവിടെ ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇല്ല, അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലായി ഒരിക്കലും ഇല്ല. ഇല്ല, എനിക്ക് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റീഷൻ ഇറക്കാനായിട്ട്. കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. യോഗയുടെ കോമ്പറ്റീഷൻ ഇറക്കാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്തെല്ലാം എനിക്കൊന്നും ആലോചിക്കേണ്ടതില്ല, നോ തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിച്ച് ഒരു കോമ്പറ്റീഷന് കൊണ്ട് നിർത്തുക എന്നുള്ളതല്ല. എൻ്റെ മുന്നിൽ വരുന്നവരുടെ ഹെൽത്ത് എൻ്റെ കയ്യിലാണ്. അത് എനിക്ക് എന്നിൽ അവരർപ്പിക്കുന്ന വിശ്വാസം എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുക, അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇപ്പോൾ അവരെ എനിക്കൊരു സെക്സി ലുക്കിലാക്കി കൊടുക്കണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അവർ ഹെൽത്തി ആയി ഇരിക്കണം എന്നുള്ളത്, ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ 5 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണല്ലോ, ഒരുപാട് പേര് ഇവിടുന്ന് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 5 വർഷമായിട്ടല്ല, ഞാൻ 4ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. വരുന്ന നമ്മുടെ ശിഷ്യഗണങ്ങൾ 5 വർഷമാണ്. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ നമുക്ക് ഭയങ്കരമായി കണ്ട ഒരു മാറ്റം അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈങ് ആയി തോന്നിയ ഒരു വ്യക്തിയെ ഓർത്തെടുക്കാൻ വന്ന പെട്ടെന്ന് ആരായിരിക്കും? അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഒരു 30-35 കിലോയിൽ കൂടുതലായിട്ട് കുറഞ്ഞ ഒരുപാട് പേരുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരു കാരണവശാൽ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് എഴുതി തള്ളിയ ഒരു കേസുണ്ട്. SBIയിലെ മാനേജറും കൂടിയാണ് പുള്ളിക്കാരി, രാഖി എന്നാണ് പേര്. ഒരിക്കലും കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആ ഒരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഇവിടെ ഒന്ന് നന്നായി വർക്കൗട്ട് ചെയ്തു, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, നല്ല സ്ലിമ്മായി, അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞ് കിട്ടി. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞിനിപ്പോൾ 1 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി പേർക്ക് കിട്ടി. ഈ കിലോ കുറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഏത് രീതി കുറയ്ക്കണം എന്നും കൂടി ഉണ്ടല്ലോ, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്. ഇപ്പം പെട്ടെന്ന് കുറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് ദോഷം തന്നെയാണ്. എനിക്ക് ഇവിടെ ഒരു 3 kg 4 kg എനിക്ക് 5 കിലോയൊക്കെ കുറയുന്നവരുണ്ട്. പക്ഷേ അത് പാടില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫുഡ് നിങ്ങൾ ഒത്തിരി ഒഴിവാക്കണ്ട. നമുക്ക് ഓരോ ദിവസം നമ്മൾ